CPM എന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലെന്ന ഡയലോഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ്. വിഭാഗീയ കാലത്ത് പറഞ്ഞ ഈ വാക്കുകൾ പിൽക്കാലത്ത് പല കോണുകളിൽ നിന്നും ആവർത്തിക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ CPMനെ കുറിച്ച് ആർക്കും അറിയാം എന്ന അവസ്ഥയായി. അണികളെ കൊണ്ട് ബോംബുണ്ടാക്കുന്ന പാർട്ടി അവർ ബോംബ് പൊട്ടി മരിച്ചാൽ അവരെ രക്തസാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ശൈലിയാണ്. ഇപ്പോഴിതാ ആ പാർട്ടി ശൈലി ആവർത്തിച്ചു വരികയാണ്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPM രക്തസാക്ഷി സ്മാരകം പണിതു. പാനൂർ തെക്കുംമുറിയിലാണ് CPM സ്മാരകം നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം. 2015 ജൂൺ 6-നാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത്. കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രൂട്ട് കുന്നിൻ മുകളിലായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത്. സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന മറ്റു 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറയുകയാണ് ചെയ്തിരുന്നത്. പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും ബോംബ് നിർമ്മിച്ചവർ പാർട്ടി പ്രവർത്തകരല്ലെന്നുമായിരുന്നു കോടിയേരിയുടെ വിശദീകരണം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൈജുവിൻ്റെയും സുബീഷിൻ്റെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജനായിരുന്നു. പിന്നീട് 2016 മുതൽ ഇരുവരുടെയും രക്തസാക്ഷി ദിനാചരണം CPM സംഘടിപ്പിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2016 ഫെബ്രുവരിയിൽ CPM നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി. 2016 ജൂൺ 6 മുതൽ സുബീഷ്, ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. CPM രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകളുണ്ട്. ഇതിന് പിന്നാലെയാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. സ്മാരകം ഈ മാസം 22-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് പൊട്ടി മരിച്ചയാൾക്കും ഭാവിയിൽ ഇതുതന്നെയാണ് സംഭവിക്കുക എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും സമാധാനം തകർക്കാനും പാർട്ടി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നത് CPM നേതൃത്വത്തിൻ്റെ ഒത്താശയോടെ കണ്ണൂരിൽ പതിവാണ്. ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടി സഖാക്കൾ മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ പാർട്ടി നേതൃത്വം അവരെ തള്ളിപ്പറയില്ല. വീരപരിവേഷം നൽകി അംഗീകരിക്കും. ഇങ്ങനെ മരിച്ചവർ രക്തസാക്ഷി പട്ടികയിൽപ്പെടും. രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയും. എല്ലാ വർഷവും അനുസ്മരണങ്ങളും നടത്തും. സ്ഫോടനം നടന്ന സ്ഥലപ്പേരുകൾ ചേർത്ത് പുല്യോട് സഖാക്കൾ, ചെറ്റക്കണ്ടി സഖാക്കൾ, കുടിയാൻമല സഖാക്കൾ തുടങ്ങിയ പേരിലാണ് ഇവർ അറിയപ്പെടുക. പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റ് ചെലവുകളും വഹിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും. ഇത് കാലങ്ങളായി തുടർന്നു പോരുന്ന അവസ്ഥയാണ്. തലശ്ശേരി പുല്യോട് 1999 ഒക്ടോബറിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ 2 പേർ മരിക്കുകയും ഒരാളുടെ 2 കൈപ്പത്തിയും നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സ്ഫോടനശേഷം മണിക്കൂറുകളോളം പ്രദേശം CPM നിയന്ത്രണത്തിലായിരുന്നു. സന്ദർശിക്കാനെത്തിയ O രാജഗോപാലിനെ കാരായി രാജന്റെ നേതൃത്വത്തിലുള്ള CPM സംഘം തടഞ്ഞുവെച്ചു. പോലീസ് നിർദ്ദേശപ്രകാരം രാജഗോപാൽ തിരിച്ചുപോയി. തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് പോലീസിന് പോലും സ്ഥലം സന്ദർശിക്കാൻ സാധിച്ചത്. 2006-ൽ കുടിയാൻമലയിൽ കർഷക സംഘം നേതാവ് KN ജോസഫിന്റെ വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ച 2 പേർക്ക് രക്തസാക്ഷി മണ്ഡപം പണിഞ്ഞിരുന്നു. മട്ടന്നൂർ കോളാരിയിലെ CPM ഓഫീസായ AKG വായനശാലയ്ക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ തലശ്ശേരി മൂഴിക്കര സ്വദേശി മരിച്ചത് 2008 മെയ് മാസത്തിലാണ്. പാർട്ടി കേന്ദ്രങ്ങളിലെ സ്ഫോടന കേസുകൾ രഹസ്യമായി ഒതുക്കി തീർക്കും. പാർട്ടി നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലാണ് പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ നൽകുക. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ പോലീസും കണ്ടില്ലെന്ന് നടിക്കും. ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലെത്തി ബോംബ് നിർമ്മിച്ച് നൽകുകയാണ് CPM ശൈലി. സമാധാന അന്തരീക്ഷമുള്ള പ്രദേശം തെരഞ്ഞെടുത്താണ് ബോംബ് നിർമ്മാണം. പോലീസിന്റെ ശ്രദ്ധ പതിയാതിരിക്കാൻ CPM സ്വാധീന കേന്ദ്രങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുക. അപകടം സംഭവിച്ചാൽ ബോംബ് നിർമ്മാണത്തിലേർപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനും പോലീസ് എത്തുന്നതിന് മുമ്പ് തെളിവ് നശിപ്പിക്കാനും പ്രത്യേക സംഘങ്ങളെ തയ്യാറാക്കി നിർത്തും. തെളിവ് നശിപ്പിക്കാനും അവശിഷ്ടങ്ങൾ നീക്കാനും സാധാരണയായി പാർട്ടി അംഗങ്ങളെയും ഉപയോഗിക്കുന്നതാണ് CPM ശൈലി.
ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.